Welcome back all of you. Tahman Antidepressants drugs. This video series is our second video in the series of antidepressant. Here we antidepressant classification, drug classification of antidepressants ആണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഡിപ്രഷൻ എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. രണ്ട് തിയറീസ് pathophysiology of depression പ്രധാനപ്പെട്ട തിയറികളാണ്. ഒന്ന് ഡിക്രീസ്ഡ് BDNF എന്നാണ് നമ്മൾ പറഞ്ഞത്. ഡിക്രീസ്ഡ് BDNF ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപിക് ഫാക്ടർ. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഡിക്രീസ്ഡ് എമൗണ്ട് ഓഫ് 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ ആൻഡ് ഓൾസോ നോർഎഡ്രിനാൽ. ഈ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ മോണോ അമീൻ ഹൈപ്പോത്തിസിസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇത് കുറയുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ ക്ലിനിക്സിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ മിക്കവാറും തന്നെ അധികവും ഈ രണ്ടാമത്തെ തിയറിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. സോ സെക്കൻഡ് തിയറിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾക്കെല്ലാം അടിസ്ഥാനപ്പെട്ട തിയറി. ബ്രെയിനിലെ പ്രധാനപ്പെട്ട രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ദിസ് 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ ആൻഡ് നോർഎഡ്രിനാലിൻ. ഡിപ്രഷനിലെ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്ററിന് വലിയ പ്രസക്തി ഇല്ല. ഓക്കെ, സൈക്കോസിസിൽ പക്ഷേ ഡോപ്പമിൻ, ദെൻ പാർക്കിൻസൺസ് ഡിസീസ് അവിടെയൊക്കെ ഡോപ്പമിൻ ആണ് പ്രധാനപ്പെട്ടത്. ഞാനിവിടെ ഒരു സിനാപ്സ് വരച്ചിട്ടുണ്ട്. ഇത് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആണ്. പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ, ഇത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഇതാണ് സിനാപ്സ്. സോ ഇവിടെ നിന്ന് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ, ഇതിനകത്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇത് ഇവിടെ വരുന്നു, ഇവിടെ നിന്ന് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നു എന്ന് കരുതുക. സോ ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് റിലീസ്. ഈ റിലീസ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്റർ ഇവിടെയുള്ള ഏതെങ്കിലും തരം ഒരു റിസപ്റ്ററിൽ പ്രവർത്തിക്കുന്നു എന്ന് കരുതുക. സോ ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ ആക്ഷൻ ഉണ്ടാവും. ഇത് ഇവിടെ ഒന്ന് പിടിക്കുന്നു, ഒരു ആക്ഷൻ ഉണ്ടാവുന്നു. സോ അതിനുശേഷം റിലീസ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഇവിടെ ഒരു അതിന്റെ ഒരു റിസപ്റ്റർ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രവർത്തിക്കാം. ഇതിനെ നമ്മൾ ഓട്ടോ റിസപ്റ്റേഴ്സ് എന്നാണ് പറയുക. ഓട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയും. ഓട്ടോ റിസപ്റ്റേഴ്സ്. സോ ഇത് 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ ആണെന്ന് കരുതുകയാണെങ്കിൽ അതിന്റെ 5HT1 ഈസ് ആൻ ഓട്ടോ റിസപ്റ്റർ. ഇനി ഇത് നോർഎഡ്രിനാലിനാണെന്ന് കരുതുകയാണെങ്കിൽ ഇവിടെ ആൽഫ-2 ആണ്. ആൽഫ-2 റിസപ്റ്റർ ഈസ് ആൻ ഓട്ടോ റിസപ്റ്റർ. സോ ഇവിടെയും വന്ന് പ്രവർത്തിക്കാം. ഇവിടെ വന്ന് പ്രവർത്തിക്കുമ്പോൾ ഇതിന്റെ ആക്ഷൻ കുറയും. ഇവിടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആക്ഷൻ കൂടുകയോ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയോ ഡിപ്രസ് ചെയ്യുകയോ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഓക്കെ, ഇനി ഇങ്ങനെ റിലീസ് ചെയ്ത് ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നു എന്ന് വരുന്നു. ഇതിന്റെ ആക്ഷൻ എങ്ങനെ അവസാനിപ്പിക്കുന്നു? ഇതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വിവിധ തരം മാർഗങ്ങൾ ഉണ്ട്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട രീതി എന്നുള്ളത് ഇവയെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇവയെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ ഏത് ന്യൂറോൺ ആണ് റിലീസ് ചെയ്തത് അതേ ന്യൂറോണിലേക്ക് തന്നെ തിരിച്ചെടുക്കാം. അല്ലെങ്കിൽ അടുത്തുള്ള ന്യൂറാഗ്ലിയൽ സെൽസിലേക്കൊക്കെ ആയിരിക്കും തിരിച്ചെടുക്കുക. ഇങ്ങനെ തിരിച്ചെടുക്കുന്നതിന് നമ്മൾ പറയുക അപ്ടേക്ക് എന്നാണ്. അപ്ടേക്ക് ഓർ റീ അപ്ടേക്ക് എന്ന് നമുക്ക് വിളിക്കാം. റീ അപ്ടേക്ക് ബിക്കോസ് റിലീസ് ചെയ്ത അതേ ന്യൂറോൺ തന്നെയാണ് തിരിച്ചെടുക്കുന്നത്. സോ റീ അപ്ടേക്ക്. ആൻഡ് ഇങ്ങനെ തിരിച്ചെടുക്കാനായിട്ട് ഇവിടെ ചില ട്രാൻസ്പോർട്ടേഴ്സിന്റെ ആവശ്യമുണ്ട്. ആൻഡ് ദീസ് ആർ ഇവിടെ ട്രാൻസ്പോർട്ടേഴ്സ് ആണെന്ന് കരുതുക. ദീസ് ആർ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഴ്സ് ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ തിരിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇങ്ങനെ തിരിച്ചെടുക്കുന്നു. നോർഎഡ്രിനാലിനോ 5HT ആണെന്ന് കരുതുക. സോ അതിനെ തിരിച്ചെടുക്കുന്നു. അപ്പോൾ H+ എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് കളയേണ്ടി വരും. സോ ദീസ് ആർ എക്സ്ചേഞ്ച് ഓർ ആന്റിപോർട്ടേഴ്സ് ഒക്കെ ആയിരിക്കും മിക്കവാറും. സോ ദർ ആർ സം ട്രാൻസ്പോർട്ടേഴ്സ് ഹിയർ. 5HT ആണെങ്കിൽ അതിന്റെ പേര് സെർട്ട് എന്നാണ്. സോ ഫോർ 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ ആണ് തിരിച്ചെടുക്കുന്നതെങ്കിൽ ദിസ് വിൽ ബി സെറോട്ടോണിൻ ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നോർഎഡ്രിനാലിനാണെങ്കിലോ അതിന്റെ പേര് നെറ്റ് എന്നാണ്. സോ ദിസ് വിൽ ബി നെറ്റ് മീൻസ് നോർ എപ്പിനെഫ്രിൻ ട്രാൻസ്പോർട്ടർ. ഡോപ്പമിൻ ആണെങ്കിൽ ഡാറ്റ് എന്നായിരിക്കും അവയുടെ പേര്. ഡോപ്പമിൻ ട്രാൻസ്പോർട്ട്. സോ തിരിച്ചെടുക്കാൻ ചില ട്രാൻസ്പോർട്ടേഴ്സ് വേണം. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഴ്സിന് നമ്മളൊരു മരുന്ന് ഉപയോഗിച്ചിട്ട് സോ വി ആർ ഗിവിംഗ് സർട്ടൺ ഡ്രഗ്സ് ആൻഡ് ദിസ് ഡ്രഗ്സ് ബ്ലോക്സ് ദിസ് ട്രാൻസ്പോർട്ടേഴ്സ്. ഇതിനെ തടയുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? തടഞ്ഞാൽ തിരിച്ചെടുക്കൽ തടയും. ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റർ വിൽ ബി ഹിയർ ഇൻ ദ സിനാപ്സ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ്. സോ അതുകൊണ്ട് ഇവയ്ക്ക് ഇവിടെ കൂടുതൽ നേരം ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദ ന്യൂറോ ട്രാൻസ്മിറ്റർ വിൽ ബി ഇൻ ദി സിനാപ്സ് ഫോർ എ മോർ ലോങ് പീരീഡ് ഓഫ് ടൈം. സോ സിനാപ്സിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിന് കൂടുതൽ നേരം പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത. സോ ആന്റിഡിപ്രസൻസ് മരുന്നുകൾ ഭൂരിഭാഗവും ഇത്തരത്തിൽ സിനാപ്സിൽ നിന്ന് ഈ തിരിച്ചെടുക്കുന്ന ട്രാൻസ്പോർട്ടേഴ്സിനെ തടയുന്ന മരുന്നുകൾ, റീ അപ്ടേക്ക് തടയുന്ന തരം മരുന്നുകളാണ്. സോ ദീസ് ആർ റീ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്. സോ ഇങ്ങനെ പ്രവർത്തിക്കുന്ന മരുന്നുകളെ നമുക്ക് റീ അപ്ടേക്ക് തടയുന്ന മരുന്നുകളെ നമുക്ക് റീ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കും. സോ ആദ്യത്തെ മേജർ ഗ്രൂപ്പ് ഓഫ് ആന്റിഡിപ്രസൻസ് ആർ റീ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ്. എല്ലാം തന്നെ റീ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് വിഭാഗത്തിൽ നമുക്ക് പെടുത്താം.
ഇനി രണ്ടാമത്തത് ഈ റിസപ്റ്ററിൽ, ഇവിടെയുള്ള റിസപ്റ്ററിൽ പിടിച്ച് പ്രവർത്തിക്കുന്ന അഗോണിസ്റ്റ് ആകാം ഓർ ആന്റഗോണിസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഇവിടെയുള്ള ഓട്ടോ റിസപ്റ്ററിൽ പിടിക്കുന്ന അഗോണിസ്റ്റ് ആകാം, ആന്റഗോണിസ്റ്റ് ആകാം, ഈവൻ ആൽഫ 2ൽ പിടിക്കുന്ന അഗോണിസ്റ്റ് ആന്റഗോണിസ്റ്റ് ആകാം. സോ ഇങ്ങനെയുള്ള മരുന്നുകളെ നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പിൽ പെടുത്താം. അവയെ നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ട് എട്ടിപ്പിക്കൽ എന്ന് വിളിക്കാം. എട്ടിപ്പിക്കൽ ആന്റി ഡിപ്രസൻസ് എന്ന് വിളിക്കാം. വേറെയും പല പ്രവർത്തനങ്ങളും ഇവയ്ക്ക് കണ്ടേക്കാം. ഓക്കെ, സോ രണ്ടാമത്തെ ഗ്രൂപ്പ് എട്ടിപ്പിക്കൽ ആന്റി. ഇനി ഇങ്ങനെ നമ്മളൊരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ഇവിടെ തിരിച്ചെടുത്തു എന്ന് കരുതുക. എന്നാലും ഇവിടെ ലൈഫ് സുരക്ഷിതമൊന്നും അല്ല. കാരണം ഇവിടെ മൈറ്റോകോൺട്രിയ ഉണ്ട്. ഈ മൈറ്റോകോൺട്രിയയുടെ ഇവിടെ മെംബ്രെയിനസ് സ്പേസിനകത്ത് there are certain enzymes called as MAO, മോണോ അമിനോ ഓക്സിഡേസ്. സോ മോണോ അമീൻ, ദീസ് ഓൾ ആർ മോണോ അമീൻസ് ആണല്ലോ, ഒറ്റ അമിനോ ഗ്രൂപ്പ് ഉള്ളത്. 5HT ആയാലും നോറഡ്രിനാലും ഡോപ്പമിനൊക്കെ ആയാലും. സോ ഇവയെ നശിപ്പിക്കാൻ MAOക്ക് കഴിയും. സോ ഇഫ് വി ഇൻഹിബിറ്റ് ഈ MAO ഇവിടെ പോയി തടഞ്ഞ ഒരു മരുന്ന് പിടിച്ചു വയ്ക്കുകയാണെങ്കിൽ ഇവയുടെ ലൈഫ് ഇവിടെ കൂടുതലുണ്ടാവും. ദിസ് ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ബാക്ക് ഓർ ഇൻ ടു ദ വെസിക്കിൾസിലേക്ക്, പിന്നെ ആവശ്യം വരുമ്പോൾ വീണ്ടും റിലീസ് ചെയ്യാനായിട്ട് പറ്റും. സോ തേർഡ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്, മൂന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് മരുന്നുകളെ നമുക്ക് MAO ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കാം. MAO ഇൻഹിബിറ്റേഴ്സ്. സോ നമ്മൾ ബ്രോഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. 3 തരമായിട്ട് ആന്റി ഡിപ്രസൻസിനെ തിരിച്ചാൽ, 1 ഈസ് റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്, അവ എവിടെ ആയിരിക്കും പ്രവർത്തിക്കുക. എട്ടിപ്പിക്കൽ ആന്റി ഡിപ്രസൻസ്, അവ റിസപ്റ്ററിൽ പിടിക്കാം, ഇവിടെ വേണമെങ്കിൽ പിടിക്കാം. ദെൻ MAO ഇൻഹിബിറ്റേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ ആയിരിക്കും പിടിക്കുക. സോ 3 ടൈപ്സ്: റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്, എട്ടിപ്പിക്കൽ ആന്റി ഡിപ്രസൻസ് ആൻഡ് MAO ഇൻഹിബിറ്റേഴ്സ് എന്നിങ്ങനെ നമുക്ക് 3 ഗ്രൂപ്പായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട മരുന്നുകളെ പെടുത്തും. ഇനി ആന്റി ഡിപ്രസന്റ് പ്രവർത്തനമുള്ള ഇവിടെ പറഞ്ഞ മെക്കാനിസത്തിൽ നിന്നും മാറിയൊക്കെ പ്രവർത്തിക്കുന്ന ഒട്ടനവധി മരുന്നുകളുണ്ട്. ദിസ് ഗ്രൂപ്പ് ഈസ് വെരി കോംപ്ലക്സ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്. നമ്മളിവിടെ അത്യാവശ്യം പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഓഫ് ഡ്രഗുകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. സോ നമുക്ക് ആദ്യം റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ഗ്രൂപ്പുകളുടെ എല്ലാത്തിന്റെയും പിറകിൽ RI എന്നുള്ള വാക്ക് കാണാം നമുക്ക്. RI സ്റ്റാൻഡ്സ് ഫോർ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്. സോ ആന്റിഡിപ്രസൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ദ ഡ്രഗ് ഓഫ് ചോയ്സ്, ഏത് മരുന്നാണ് ആദ്യം കൊടുക്കുക, അല്ലെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡ്രഗ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ 1 ഈസ് SSRIs എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് ലൈൻ ആന്റിഡിപ്രസന്റ് മരുന്നുകൾ ഇതാണ്. സെലക്റ്റീവ്, S ഫോർ സെലക്റ്റീവ്, S ഫോർ സീറോട്ടോണിൻ, R ഫോർ റീഅപ്ടേക്ക് ആൻഡ് I ഫോർ ഇൻഹിബിറ്റേഴ്സ്. സെലക്റ്റീവ്, സീറോട്ടോണിൻ, റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ. സോ ഈ ഭാഗം മരുന്നുകൾ ചെയ്യുന്നത് ഓൺലി ഇൻഹിബിറ്റ് റീഅപ്ടേക്ക് ഓഫ് സീറോട്ടോണിനെ തടയണമെങ്കിൽ സീറോട്ടോണിൻ ട്രാൻസ്പോർട്ടേഴ്സിനെ തടയണം. വാട്ട് ആർ ദ സീറോട്ടോണിൻ ട്രാൻസ്പോർട്ടേഴ്സ്? That is SCRT. So these are selectively acting on SERT. So these are SERT inhibitors. So SERT inhibitors നെയാണ് നമ്മൾ സെലക്റ്റീവ് സീറോട്ടോണിൻ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുക. നോ എഫക്ട് ഓൺ, ഒരു എഫക്ട് ഇല്ല. ഏതിലേക്കാണ്? ഡോപ്പമിൻ ട്രാൻസ്പോർട്ടിൽ ആക്ഷൻ ഇല്ല. നെറ്റ് നോർ എപ്പിനെഫ്രിൻ ട്രാൻസ്പോർട്ടിലും ആക്ഷൻ ഇല്ല. സോ SERT inhibitors are SSRIs. ഏതൊക്കെയാണ് പ്രധാന മരുന്നുകൾ? സോ ഫ്ലൂഓക്സിറ്റിൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫ്ലൂഓക്സിറ്റിൻ, മോസ്റ്റ് ഫേമസ്. ദെൻ അനദർ ഡ്രഗ് ഈസ് സിറ്റലോപ്രാം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. സിറ്റലോപ്രാം അതിന്റെ അടുത്ത വെറൈറ്റിയാണ് എസ് എന്ന് എഴുതുക. ദെൻ സിറ്റലോപ്രാം എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ വേറൊരെണ്ണം സെർട്രാലിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ പിന്നെ നമുക്ക് പറയുന്നത് പാരോക്സിറ്റിൻ ആണ്. പാരോക്സിറ്റിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ അനദർ ഡ്രഗ് ഈസ് ഫ്ലൂവോക്സമിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഇത്രയുമാണ് ആന്റി ഡിപ്രസൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ചിലതൊന്നും ഉപയോഗിക്കുന്നില്ല. ഫ്ലൂവോക്സമിൻ ആന്റി ഡിപ്രസന്റ് ആയിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. എങ്കിലും ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് SSRI. ഇനി പാരോക്സിറ്റിന്റെ ഒരു മരുന്നാണ് ഡാപ്പോക്സിറ്റിൻ എന്ന് പറയുന്ന മരുന്ന്. അത് പുരുഷന്മാർ ഇൻക്രീസ് ദർ ഇജാക്കുലേഷൻ ടൈം, അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന, ഇജാക്കുലേഷൻ തടയും. ദെൻ അമിലോക്സിറ്റിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടി ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. അമിലോക്സിറ്റിൻ എന്ന് പറയുന്ന മരുന്ന് കൂടി വരുന്നുണ്ട്. ബാക്കി പിന്നെയും ഒരുപാട് മരുന്നുകളുണ്ട്. അവയെല്ലാം നിരോധിച്ചവയോ ഉപയോഗത്തിൽ ഇല്ലാത്തവയൊക്കെയാണ്. അതെല്ലാം നമ്മൾ വിട്ടിട്ട് പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെമ്പേഴ്സിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. സോ ഇത് എത്ര ഓർത്തിരിക്കേണ്ടി വരും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും മരുന്നുകളെ കുറിച്ചിട്ടായിരിക്കും. SSRIs എന്ന് പറയുന്ന ഗ്രൂപ്പിൽ. ഇനി ഈ SSRI വഴി പ്രവർത്തനം നമുക്ക് കിട്ടുന്നില്ല, ആവശ്യത്തിന് പ്രവർത്തനം കിട്ടുന്നില്ല, ഡിപ്രഷൻ കുറയുന്നില്ല എങ്കിൽ നമുക്ക് SCRTയെ തടയുന്ന മരുന്നുകൾക്കൊപ്പം, ഇതിനെ തടയുന്ന മരുന്നുകൾക്കൊപ്പം നമുക്ക് നോർ എപ്പിനെഫ്രിൻ ട്രാൻസ്പോർട്ടർ കൂടി തടയുന്ന മരുന്നുകൾ ഉപയോഗിക്കുക. നോർ എപ്പിനെഫ്രിൻ ട്രാൻസ്പോർട്ടറിനെ തടയുന്ന മരുന്ന്. സോ നോർ എപ്പിനെഫ്രിൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നെറ്റ് ആണ്. നോർ എപ്പിനെഫ്രിൻ ട്രാൻസ്പോർട്ടർ ഇതിനെ തടഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റീഅപ്ടേക്ക്, നോർ എപ്പിനെഫ്രിൻ ആണെന്ന് വിചാരിക്കുക, ഇതിന്റെ റീഅപ്ടേക്ക് തടയും.
സോ ഈ ഗ്രൂപ്പുകളുടെ മരുന്നുകളുടെ പേര് SNRIs എന്നാണ്. SNRIs means serotonin norepinephrine reuptake inhibitors. So it inhibit both NET and SERT. So SERT plus NET inhibitor രണ്ടിനെയും തടയുന്ന മരുന്നുകളാണ് SNRI. ഓക്കെ, ഞാൻ ഇവിടെ വരച്ചത് ഒരേ ന്യൂറോണിലാണ് SERTും നെറ്റും വരച്ചത്. ആക്ച്വലി ഇത് രണ്ടും ഒന്നായിരിക്കണമെന്നില്ല. ഇത് 5HT വരുന്ന ന്യൂറോൺ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഇവിടെ നിന്ന് വരുന്നതാണ്. റാഫേ ന്യൂക്ലിയസിൽ നിന്ന് വരുന്ന ന്യൂറോൺസുകളാണ്. നോറെപ്പിനെഫ്രിൻ വരുന്നത് ലോക്കസ് സെറിലിയസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്നതാണ്. ഇപ്പൊ ഡോപ്പമിൻ ആണെങ്കിൽ വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ അവിടെ നിന്നൊക്കെ വരുന്ന ന്യൂറോണാണ്. സോ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഒരേ ന്യൂറോണിലാണ് വരച്ചിരിക്കുന്നത്. ബട്ട് ഇറ്റ് മേ നോട്ട് ബി സെയിം. ഇത് വേറെ ന്യൂറോണാണ്, ഇത് വേറെ ന്യൂറോണാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഡോണ്ട് കൺഫ്യൂസ്. ഇത് രണ്ടും ഒരേ ന്യൂറോണിൽ നിന്നാണ് ഇത് രണ്ടും തടയുന്ന എന്നൊന്നും കരുതിയേക്കരുത്. സോ വാട്ട് ആർ ദിസ് SNRIs? SNRIസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകൾ എന്ന് പറയുന്നത് വെൻലാഫാക്സിൻ ആണ്. വെൻലാഫാക്സിൻ ആണ് ഏറ്റവും പ്രധാനം. അതിന്റെ വേറൊരു വെറൈറ്റി ആണ് ഡെസ് വെൻലാഫാക്സിൻ ആണ്. അടുത്ത പുതിയൊരാൾ. ദെൻ അനദർ ഡ്രഗ് ഈസ് മിൽനാസിപ്രാൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. മിൽനാസിപ്രാന്റെ പുതിയ വെറൈറ്റി ലീവോ റൊട്ടേറ്ററി മിൽനാസിപ്രാൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. പിന്നെ ഫേമസ് ഉള്ളത് ഡുലോക്സെറ്റിൻ ആണ്. ഡുലോക്സെറ്റിൻ എന്ന് പറയുന്ന മരുന്ന്. ഞാൻ പ്രധാന മരുന്നുകളാണ് എഴുതിയത്. ഈ ഡുലോക്സെറ്റിൻ മിൽനാസിപ്രാൻ പോലെയുള്ള മരുന്നുകൾ നമുക്കറിയാം ഫൈബ്രോമയാൾജിയ പോലുള്ള ന്യൂറോപ്പതിക് പെയിനൊക്കെ ഉപയോഗിക്കാനും കൂടി അനുമതിയുള്ള മരുന്നുകളാണ്. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ഡ്രഗ് നമുക്ക് പറയാവുന്നത് ഒരെണ്ണമെങ്കിലും ഓർത്തിരിക്കാനാണെങ്കിൽ വെൻലാഫാക്സിൻ, ഡുലോക്സെറ്റിൻ, മിൽനാസിപ്രാൻ, ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട SNRIs വിഭാഗം മരുന്നുകൾ. സോ ഇവ ഫലിക്കുന്നില്ലെങ്കിൽ നമുക്ക് വെൻലാഫാക്സിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഈ രണ്ട് ഗ്രൂപ്പ് മരുന്നുകൾ SSRIs ആൻഡ് SNRIs ഇത് രണ്ടുമാണ് ഡിപ്രഷനിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മരുന്നുകൾ. സോ ഇവയും ഈ പുതിയ മറ്റ് പല മരുന്നുകളെയും കൂടി ചേർത്തിട്ട് നമുക്ക് വിളിക്കാവുന്ന ഒരു പേരാണ് സെക്കൻഡ് ജനറേഷൻസ് ആന്റി ഡിപ്രസൻസ് എന്ന് നമുക്ക് വിളിക്കാം. അതിനർത്ഥം ഫസ്റ്റ് ജനറേഷൻ വേറെ ഉണ്ട്, വരാൻ കിടക്കുന്നുണ്ട് എന്നാണ്. ദെൻ അടുത്തൊരു റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് NRIs എന്ന് വിളിക്കാം. NRIs എന്ന് പറഞ്ഞാൽ ദേ ഇൻഹിബിറ്റ് ഓൺലി, ഇതിനെ ഒട്ടും ആക്ഷൻ ഇല്ല, ഓൺലി ഇൻഹിബിറ്റ് നെറ്റിനെ മാത്രം തടയുന്നു. സോ NRIs നോർ അഡ്രിനാലിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ ആണ് NRIs. നമ്മൾ ഇത് ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. NRIs എന്നായിരിക്കും എഴുതുക. സോ ഇൻഹിബിറ്റ് ഓൺലി നോർ അഡ്രിനാലിൻ, നോട്ട് ആക്ഷൻ ഓൺ ദ SERT. മരുന്നുകൾ ഏതാണെന്ന് ചോദിച്ചാൽ വൺ ഈസ് റിബോക്സെറ്റിൻ ആണ്. റിബോക്സെറ്റിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ അനദർ ഡ്രഗ് ഈസ് വിലോക്സാസിൻ. വിലോക്സാസിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടുമാണ് ആന്റി ഡിപ്രസന്റ് യൂസ് ഉള്ള NRI. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അറ്റോമോക്സെറ്റിൻ പറയാം. അറ്റോമോക്സെറ്റിൻ പോലെയുള്ള ഡ്രഗുകൾ. ദെൻ ദർ ആർ സം അതർ ഡ്രഗ്സ്. നമ്മൾ അഡ്രിനർജിക് ഡ്രഗുകളിൽ പഠിച്ചു. അഡ്രിനർജിക്കലി MDMA അല്ലെങ്കിൽ ആംഫിറ്റമിൻസ് പോലെയൊക്കെയുള്ള ഡ്രഗുകൾ പോലെയാണ്. സോ ദീസ് ഓൾ ആർ യൂസ് ഇൻ ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അതിൽ ഉപയോഗിക്കുന്ന ഡ്രഗുകളാണ് ഇതെല്ലാം. ഓക്കെ, റിബോക്സെറ്റിൻ ആൻഡ് വിലോക്സാസിൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആന്റി ഡിപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന. ദെൻ മറ്റൊരു ഗ്രൂപ്പ് മരുന്ന് NDRI ആണ്. N സ്റ്റാൻഡ്സ് ഫോർ അഗെയിൻ നോറഡ്രിനാലിൻ ആണ്. D എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡോപ്പമിൻ ട്രാൻസ്പോർട്ടർ ഓർ DAT കൂടി ഇവിടെ വരയ്ക്കേണ്ടി. സോ അനദർ ഡ്രഗ് ഈസ് DAT ഇൻഹിബിറ്റേഴ്സ്. സോ നോറഡ്രിനാലിന്റെയും ഡോപ്പമിന്റെയും റീഅപ്ടേക്ക് തടയുന്ന മരുന്ന് ഫേമസ് ഡ്രഗ് ഈസ് ബുപ്രോപ്പിയോൺ ആണ്. ബുപ്രോപ്പിയോൺ എന്ന് പറയുന്ന മരുന്ന്. ഈ ബുപ്രോപ്പിയോണിനെ നമുക്ക് വേണമെങ്കിൽ അടുത്ത ഗ്രൂപ്പ് എറ്റിപ്പിക്കൽ എന്ന് പറയുന്ന ഗ്രൂപ്പിലും പെടുത്താം. ബിക്കോസ് ടിപ്പിക്കൽ സാധാരണ നമ്മൾ പറയുന്നത് നോറഡ്രിനാലിന്റെയും സെറട്ടോണിന്റെയും റീഅപ്ടേക്ക് തടയുന്ന മരുന്നുകളൊക്കെയാണ് നമ്മൾ ടിപ്പിക്കലിൽ പെടുത്തുക. ഡോപ്പമിനും കൂടി വരുന്നതുകൊണ്ട് ടിപ്പിക്കലിൽ വേണമെങ്കിൽ പെടുത്താം. മാത്രമല്ല ഇതിന് വേറെ ഒരുപാട് പല ഡിഫറെന്റ് ആക്ഷൻസ് കൂടി ഉള്ള മരുന്ന്. ആക്ച്വലി SSRIs ആൻഡ് SSRIസും SNRIസും ഒക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉപയോഗത്തിലാവുന്നതിന് മുൻപ് തന്നെ വേറെ ചില മരുന്നുകൾ കൂടി ഉപയോഗത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, പ്രധാനപ്പെട്ട മരുന്നുകളാണ്. ഡിപ്രഷനിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ തന്നെയാണ് ഈ മരുന്നുകൾ. സോ അവയെ നമുക്കപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ആന്റി ഡിപ്രസൻസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് സെക്കൻഡ് ജനറേഷൻ ആണ്. സെക്കൻഡ് ജനറേഷൻ പറയാൻ കാരണം അതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഡിപ്രഷനിലെ ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ ഡ്രഗുകൾ. അതായതുകൊണ്ടാണ് ഞാൻ SSRIയും SNRIയും ഒക്കെ ആദ്യം പറഞ്ഞത്. പക്ഷെ ഏറ്റവും ഫേമസ് മരുന്ന് ഇതാണ് ഞാൻ ഈ പറയാൻ പോകുന്നതാണ്. ഇവിടെ വേറൊരു ഫേമസ് പേര് ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ് എന്നാണ്. ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ്. ഇവ പക്ഷെ ഉപയോഗിക്കുന്നത് ഇപ്പൊ റെസിസ്റ്റന്റ് ഡിപ്രഷനാണ്. മറ്റു മരുന്ന് ഉപയോഗിച്ചിട്ട് മാറുന്നില്ലെങ്കിലാണ് വി വിൽ സ്വിച്ച് ടു ദിസ് റെസിസ്റ്റന്റ് ഡിപ്രഷനിലൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. ആൻഡ് വിവിധ ആക്ഷൻ കൂടിയുണ്ട്, മറ്റ് വിവിധ ആക്ഷൻ കൂടിയുണ്ട്. ദീസ് ആർ ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആക്ഷൻ. അതുപോലെ തന്നെ ബ്രോഡ് സ്പെക്ട്രം ആക്ഷൻ കൂടുമ്പോൾ തന്നെ അതേപോലെ അഡ്വേഴ്സ് എഫക്റ്റും കൂടുതലായിരിക്കും. സോ ബ്രോഡ് അഡ്വേഴ്സ് എഫക്റ്റ്
കൂടിയുള്ള തരം മരുന്നുകളാണ്. ആൻഡ് ഇവിടെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ട്രൈസൈക്ലിക് എന്നാണ് പേര്. ട്രൈസൈക്ലിക് മീൻസ് 3, ഓക്കെ, ഇത് കൃത്യം സ്ട്രക്ചർ അല്ല ഞാൻ വരച്ചത്, എങ്കിലും 3 അരോമാറ്റിക് റിംഗ് ഉള്ളതുകൊണ്ടാണ് ഇവയെ ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സെർട്ട് ആണ്, ഇത് നെറ്റ് ആണെങ്കിൽ ദീസ് ക്യാൻ ഇൻഹിബിറ്റ് ബോത്ത്, സെർട്ടിനെയും തടയാം, ഇൻഹിബിറ്റ് ദിസ് ആൻഡ് ദിസ്, രണ്ടിനെയും തടയാവുന്ന മരുന്നുകളാണ്. സോ ദീസ് ആർ നോൺ സെലക്റ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഓഫ് സെർട്ട് ആൻഡ് നെറ്റ്, രണ്ടിനെയും തടയാം. എങ്കിലും ചില മരുന്നുകൾക്ക് കമ്പാരിറ്റീവ്ലി നെറ്റ് അല്ലെങ്കിൽ നോർ അഡ്രിനാലിനെ തടയാനുള്ള എഫിക്കസി കൂടുതലുള്ള ചില മരുന്നുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഡെസിപ്രമിൻ എന്ന് പറയുന്ന മരുന്നിന് ഇതിനെ തടയലായിരിക്കും, നോർ അഡ്രിനാലിൻ ട്രാൻസ്പോർട്ടറിനായിരിക്കും. ദെൻ നോർട്രിപ്റ്റിലിൻ അല്ലെങ്കിൽ പ്രോട്രിപ്റ്റിലിൻ എഴുതാം, പ്രോട്രിപ്റ്റിലിൻ, ദെൻ നോർട്രിപ്റ്റിലിൻ, ദെൻ അമിട്രിപ്റ്റിലിൻ. സോ ഞാൻ ഡിക്രീസിംഗ് ഓർഡറിലാണ്, ഇതിനാണ് ഏറ്റവും കൂടുതൽ നോർ അഡ്രിനാലിനെ തടയുന്നത്, ദെൻ പ്രോട്രിപ്റ്റിലിൻ ഓർ അമിട്രിപ്റ്റിലിൻ. സോ ഇങ്ങനെ തടയുന്ന സെലക്ടിവിറ്റി കൂടുതലുള്ള മരുന്നുകളുണ്ട്. ദെൻ രണ്ടിനെയും തടയുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമിപ്രമിൻ, ഫേമസ് ഡ്രഗ് ഇസ് ഇമിപ്രമിൻ. ദെൻ അമിട്രിപ്റ്റിലിൻ, അമിട്രിപ്റ്റിലിൻ നമ്മൾ ഇവിടെ എഴുതി, പക്ഷെ ഇതിനെയും തടയാൻ പറ്റും, അമിട്രിപ്റ്റിലിൻ. ഓക്കെ, ദെൻ ട്രൈമിപ്രമിൻ, ട്രൈമിപ്രമിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ ക്ലോമിപ്രമിൻ, ക്ലോമിപ്രമിൻ ഈസ് അനദർ വൺ. ഇനി എഴുതാവുന്നത് ഡോക്സെപ്പിൻ ആണ്, ഡോക്സെപ്പിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്, ഡോക്സെപ്പിൻ, IN ഇല്ലേലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ദെൻ ഡോത്തിയാപ്പിൻ, DHO, ഡോത്തിയപ്പിൻ എന്ന് പറയുന്ന മരുന്ന് ഇന്ത്യയിലൊക്കെ ഉണ്ട്, പക്ഷെ ചില രാജ്യങ്ങളിലൊന്നും ഇതില്ല. ദെൻ മെലിട്രാസൻ, മെലിട്രാസൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ഇനിയും ധാരാളം, വി ക്യാൻ റൈറ്റ് ലോട്ട് നമ്പേഴ്സ്. ബട്ട് ഞാൻ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഓഫ് ഡ്രഗുകൾ, പേരുള്ള മരുന്നുകൾ മാത്രമാണ്, വൈഡായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഇതെല്ലാം തന്നെ. ഇതിലേതെങ്കിലൊക്കെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു ഇവയ്ക്ക് ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ആന്റി ഹിസ്റ്റമിനിക് ആക്ഷൻ ഉണ്ട്, ഉറങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ആൽഫ ബ്ലോക്കിംഗ് ആക്ഷൻ ഉണ്ട്, BP കുറയാം അല്ലെങ്കിൽ പോസ്റ്റൽ ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉണ്ടാകാം. ആന്റി കോളിനർജിക്, വായ ഉണങ്ങൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ആന്റി കോളിനർജിക് എഫക്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള വൈഡ് ആയിട്ടുള്ള ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവയെ പതിവ് ഉപയോഗിക്കാത്തത്. ബട്ട് ദീസ് ആർ ഹൈലി എഫിക്കേഷ്യസ് ആന്റി ഡിപ്രസൻസ്. ആന്റി ഡിപ്രസന്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്, ബട്ട് ദീസ് ആർ സം അതർ ആക്ഷൻസ് ഓൾസോ. ഇനി നമ്മൾ ഒരു ട്രാൻസ്പോർട്ടർ കൂടി വരയ്ക്കുകയാണെങ്കിൽ അത് ഡാറ്റ് ആണ്. ഇതിന് 3നെയും കൂടി തടയുന്ന മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അപ്പൊ അതിനെന്തായിരിക്കും പേര്? നമ്മൾ സെറോട്ടോണിനെ തടയണം, നോറഡ്രിനാലിനെ തടയണം, ഡോപ്പമിനെ തടയണം, റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്. സോ ദീസ് ആർ കോൾഡ് ആസ് SNDRIs എന്ന് പറയുന്ന മരുന്നുകളും ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ബിസിഫാഡിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ഓക്കെ, അമിറ്റഫാഡിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്, ടെസോഫെൻസിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ഓക്കെ, ആൻസോഫെക്സിൻ എന്ന് പറയുന്ന മരുന്നുകളുണ്ട്. പക്ഷെ ഇതിപ്പോ നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് ദീസ് ആർ നോട്ട് വൈഡ്ലി യൂസ്ഡ് ആന്റി ഡിപ്രസൻസ്. വേറെ ഒരുപാട് ആക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് മേ ബി അത്രയൊന്നും ഉപയോഗത്തിലില്ലാത്ത മരുന്നുകളാണ്. സോ ഇവയെ നമുക്ക് ട്രിപ്പിൾ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ എന്ന് വിളിക്കും, SNDRI. സോ ഇങ്ങനെ പലതരം RIs നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷെ തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് അങ്ങ് നിർത്തുകയാണ്. സോ ഇതെല്ലാമാണ് റീഅപ്ടേക്ക് ഇൻഹിബിറ്ററിലെ പ്രധാനപ്പെട്ട മരുന്നുകൾ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത് ഏതായിരുന്നു? അടുത്ത എട്ടിപ്പിക്കൽ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് നമുക്ക്. അവിടെയും പലതും റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ ഉള്ള മരുന്നാണ്, പക്ഷെ അഡീഷണലി സം അതർ ആക്ഷൻസ്. അതുകൊണ്ടാണ് നമ്മളവയെ എട്ടിപ്പിക്കൽ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് നമുക്ക് പറയാനുള്ളത് എട്ടിപ്പിക്കൽ ആണ്. എട്ടിപ്പിക്കൽ ആന്റി ഡിപ്രസന്റ് ഡ്രഗ് ആണ്. ഓക്കെ, സോ ഇവ ഓൾമോസ്റ്റ് പലതും ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസന്റ് പോലെ തന്നെ പ്രവർത്തനമുള്ളതാണ്. എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രൈസൈക്ലിക്കിൽ പെടുത്താൻ പറ്റാത്തതിന് കാരണം ട്രൈസൈക്ലിക്കിന് 3 റിംഗ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്, 3 റിംഗ് സ്ട്രക്ചർ. പക്ഷെ ചിലതിന് 4 റിംഗ് ഉണ്ടായിരിക്കാം, ഓർ ചിലതിന് 2 ഉണ്ടാവും. സോ ബൈസൈക്ലിക് ആയിരിക്കാം, ടെട്രാസൈക്ലിക് ആയിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസം കൊണ്ടാണ് നമ്മൾ ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസിൽ പെടുത്താത്തത്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു വ്യത്യാസം വരുന്നത് റീഅപ്ടേക്ക് അല്ലാതെ, ഇങ്ങോട്ട് തിരിച്ചെടുക്കണ പണിയല്ലാതെ ഈ റിസപ്റ്ററിലൊക്കെ എവിടെയെങ്കിലും പിടിക്കുന്ന ആക്ഷൻ കൂടി, അതായിരിക്കും ചിലപ്പോൾ പ്രധാനമായിട്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് വി കോൾ ദം ആസ് എറ്റിപ്പിക്കൽ ആന്റി ഡിപ്രസന്റ് ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത്. വൺ ഡ്രഗ് ഈസ് അമോക്സാപ്പിൻ ആണ്. അമോക്സാപ്പിൻ എന്ന് പറയുന്ന മരുന്ന്, അമോക്സാപ്പിന്റെ പ്രത്യേകത 4 റിംഗ് ഉള്ളതാണ്. സോ ഇറ്റ്സ് എ ടെട്രാസൈക്ലിക് ആണെന്നുള്ളതാണ്. ദെൻ ഇറ്റ് ഈസ് എ D2 ബ്ലോക്കർ. ഡോപ്പമിൻ, ഉദാഹരണത്തിന് D2 ആണെങ്കിൽ ഇത് ഡോപ്പമിൻ വരുന്നതാണെങ്കിൽ ഇത് ഡോപ്പമിൻ റിസപ്റ്റർ. D2 ബ്ലോക്കിംഗ് ആക്ഷൻ ഉണ്ട്. D2 മീൻസ് ആന്റി സൈക്കോട്ടിക് ആക്ഷൻ ആണ്, പ്ലസ് നോറഡ്രിനാലിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ കൂടിയാണ്. സോ വൺ ഡ്രഗ് ഈസ് അമോക്സാപ്പിൻ. പിന്നെ 2 ഗ്രൂപ്പ് ഓഫ് മരുന്ന് പറയാനുള്ളത് മിയാൻസെറിൻ ആണ്. മിയാൻസെറിൻ. ദെൻ മിർട്ടാസാപ്പിൻ ഈസ് അനദർ വൺ. മിർട്ടാസാപ്പിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ മിർട്ടാസാപ്പിന്റെ വേറെ വെറൈറ്റി മിർട്ടാസാപ്പിൻ. ഇങ്ങനെയുള്ള മരുന്നുകൾ ദേ ഹാവ് ആക്ഷൻ
on this alpha 2 receptor. alpha 2 ഇവിടെയാണെന്ന് വെച്ചാൽ ഈ റിസപ്റ്ററിൽ പോയി ആക്ട് ചെയ്യുന്ന മരുന്നുകളാണ്. സോ ഇഫ് ദ ഡ്രഗ് ആക്ട് ഹിയർ, ഇത് ഇൻഹിബിറ്ററി ആണെന്ന് നമുക്കറിയാം. സോ അതിനെ തടഞ്ഞിട്ട് കൂടുതൽ ആക്ഷൻ കിട്ടുന്ന മരുന്നാണ്. സോ ഇവയെ നാസാസ് എന്നും പറയാറുണ്ട്. സോ അതൊക്കെ എന്താണ് നമ്മൾ ആ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ദെൻ സിറട്ടോണിൻ 5HT, സിറട്ടോണിന്റെ റിസപ്റ്റർ ആണ് 5HT റിസപ്റ്റേഴ്സ്. നമുക്കറിയാം പല തരത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ റിസപ്റ്റേഴ്സ് ഉള്ളത് 5HT ആണ്. ഒന്ന് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിലത് ചെയ്യുക. സോ ദർ ആർ സർട്ടൺ ഡ്രഗ്സ് വിച്ച് ക്യാൻ ഇൻഹിബിറ്റ് ദിസ് 5HT റിസപ്റ്റർ. ഉദാഹരണം ഇത് 5HT റിസപ്റ്റർ ആണെങ്കിൽ ഇതിനെ ആന്റഗണൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ ആന്റഗണൈസ് ചെയ്യുന്ന മരുന്നുകൾ നമുക്ക് ഉണ്ട്. സോ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് പ്രധാനപ്പെട്ട മരുന്നുകൾ ട്രാസഡോൺ ആണ്. ട്രാസഡോൺ. അനദർ ഡ്രഗ് ഈസ് വിലോസഡോൺ. ഫാസോഡോൺ ഉണ്ട്. നെഫാസഡോൺ പല പ്രശ്നങ്ങൾ കാരണം ഇല്ല, ഇപ്പൊ ഉപയോഗത്തിൽ ഇല്ലായിരിക്കും, എങ്കിലും പ്രധാനപ്പെട്ട മരുന്നാണ്. ദീസ് ആർ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്. 5HT റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മരുന്നുകൾ. ദെൻ വേറൊരു മരുന്ന് പറയുകയാണെങ്കിൽ ദിസ് ഈസ് വോർട്ടിയോക്സെറ്റിൻ ആണ്. വോർട്ടിയോക്സെറ്റിൻ എന്ന മരുന്ന്. വോർട്ടിയോക്സെറ്റിൻ എന്ന മരുന്ന് സിറോട്ടോണിൻ മോഡുലേറ്റേഴ്സ് ആണ്. മോഡുലേറ്റേഴ്സ് ആൻഡ് സ്റ്റിമുലേറ്റേഴ്സ്. സിറോട്ടോണിന്റെ ആക്ഷൻ മോഡുലേറ്റ് ചെയ്യും സ്റ്റിമുലേറ്റ് ചെയ്യും ചെയ്യുന്ന മരുന്നാണ് വോർട്ടിയോക്സെറ്റിൻ. ദെൻ ഈ സിറോട്ടോണിന്റെ റീഅപ്ടേക്ക് എൻഹാൻസ് ചെയ്യുന്ന മരുന്നുണ്ട്. സിറോട്ടോണിൻ റീഅപ്ടേക്ക് SSRE എന്ന് വിളിക്കും. റീഅപ്ടേക്ക് എൻഹാൻസേഴ്സ് എന്ന് വിളിക്കാം. എൻഹാൻസേഴ്സ് മീൻസ് റീഅപ്ടേക്ക് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, മരുന്നിന്റെ പേര് വേണമെങ്കിൽ ടയാനെപ്റ്റിൻ എന്ന് പറയുന്ന മരുന്ന്. ടയാനെപ്റ്റിൻ ഇസ് SSRE എന്ന് പറയാം. ദെൻ അനദർ ഡ്രഗ് ഈസ് അഗോമെലാറ്റിൻ. അഗോമെലാറ്റിൻ എന്ന് പറയുന്ന മെലാറ്റോണിൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. മെലാറ്റോണിൻ റിസപ്റ്റർ 1 അഗോണിസ്റ്റ് മരുന്നാണ്. അഗോണിസ്റ്റ് മെലാറ്റോണിൻ റിസപ്റ്റർ 1 അഗോണിസ്റ്റ് ഡ്രഗ്. ദെൻ 5HT1A അഗോണിസ്റ്റ് ആന്റഗോണിസ്റ്റ്. ഉദാഹരണം ഇതായിരിക്കും 5HT1A. 1A എന്ന് പറയുന്നത് ഇവിടെ, 1A 1D ഒക്കെ ഇവിടെയാണ്. സോ അങ്ങനെയുള്ള മരുന്നുകളുണ്ട്. ഉദാഹരണത്തിന് അവയെല്ലാം അവസാനിക്കുന്നത് പിറോൺ എന്ന വാക്കിലായിരിക്കും. ബുസ്പിറോൺ, ജെപ്പിറോൺ അങ്ങനെയൊക്കെയുള്ള മരുന്ന്. ബസ്പിറോൺ എന്നും വിളിക്കാം. ബസ്പിറോൺ. സോ ഇത് പ്രധാനമായിട്ട് ആങ്സിയോലിറ്റിക് ഡ്രഗ് ആണ്. ആന്റി ഡിപ്രസന്റ് ആയിട്ട് അത് ഉപയോഗില്ല, എങ്കിലും 5HTനെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇനിയും ധാരാളം വ്യത്യസ്ത തരത്തിലുള്ള ആക്ഷൻ ഉള്ള മരുന്നുകൾ ഈ ഗ്രൂപ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ഗ്രൂപ്പിന്റെ ഡിസ്കഷൻ ഇവിടെ വെച്ച് നിർത്താം. നമുക്കിനി അടുത്ത ഗ്രൂപ്പ് MAO ഇൻഹിബിറ്റേഴ്സ് നോക്കാം. അപ്പോൾ ലാസ്റ്റ് മേജർ ഗ്രൂപ്പ് ഓഫ് ആന്റിഡിപ്രസൻസ് ആർ MAO ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഡ്രഗ് ഗ്രൂപ്പാണ് MAO ഇൻഹിബിറ്റേഴ്സ്. MAO സ്റ്റാൻഡ്സ് ഫോർ മോണോ അമീൻ ഓക്സിഡേസസ് എന്ന് വിളിക്കും. എന്താണ് മോണോ അമീൻ? 5HT is a മോണോ അമീൻ. ഒറ്റ അമീൻ 5 ഹൈഡ്രോക്സി ട്രിപ്റ്റ് അമീൻ എന്നാണ് പേര്. നോർ അഡ്രിനാലിൻ മോണോ അമീൻ ആണ്. അഡ്രിനാലിൻ നോൺ അമീൻ ആണ്. ഡോപ്പമിൻ മോണോ അമീൻ ആണ്. സോ ഇങ്ങനെയുള്ള ഒരു അമിനോ ഗ്രൂപ്പ് ഉള്ളതിനെ മെറ്റബോളൈസ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് MAO എന്ന് പറയുന്നത്. MAO ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ മൈറ്റോകോൺട്രിയയിലാണ് MAO ഉള്ളത്. മൈറ്റോകോൺട്രിയയുടെ ഇവിടെയാണ് MAO ഉള്ളത്. സോ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി റീഅപ്ടേക്ക് ചെയ്ത് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, തിരിച്ചെടുത്തു. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇദ്ദേഹം കയറി അതിനെ ഡിസ്ട്രോയ് ചെയ്യുക. വെസിക്കിൾസിൽ സ്റ്റോർ ചെയ്യാനായിട്ട് കുറവായിരിക്കും. സോ ഇതിനെ തടയുന്ന ഈ MAO തടയുന്ന മരുന്നുകളെയാണ് നമ്മൾ മോണോ അമീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. MAO രണ്ട് തരത്തിലുണ്ട്. MAO-A ഉണ്ട്, MAO-B ഉണ്ട്. സോ 2 types MAO-A and MAO-B. സോ ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്നത്, വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നത് നോൺ സെലക്റ്റീവ് എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ് MAO-A and B ആൻഡ് ഇറിവേഴ്സിബിൾ, പിടിച്ചാൽ പിന്നെ പിടിവിടാത്തത്, എന്നേക്കുമായിട്ട് നശിപ്പിക്കുന്ന നോൺ സെലക്റ്റീവ് ഇറിവേഴ്സിബിൾ MAO ഇൻഹിബിറ്റേഴ്സ് ആണ് പണ്ട് വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും ഇപ്പോഴും പരീക്ഷയ്ക്ക് MAO ഇൻഹിബിറ്റേഴ്സ് ചോദ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട മരുന്ന് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഐസോകാർബോക്സാസിഡ് എന്ന് പറയുന്ന മരുന്നാണ്. ദെൻ ഫെനിലസിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ ട്രാനൈൽ സൈപ്രോമിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ നിയാലമൈഡ് എന്ന് പറയുന്ന മരുന്നുണ്ട്. വേറെയും ഒരുപാടുണ്ട് കേട്ടോ. എങ്കിലും പ്രധാനപ്പെട്ട ഇതൊക്കെയാണ്. എവിടെയെങ്കിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതായിരിക്കും. സോ ഉപയോഗം കുറവാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. ബിക്കോസ് ഇതിന് ഒരുപാട് സൈഡ് എഫക്ട്സും ഡ്രഗ് ഇന്ററാക്ഷൻസും പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. പക്ഷെ ഉപയോഗത്തിലുള്ള ഇപ്പൊ ഏതാണെന്ന് ചോദിച്ചാൽ ആന്റി ഡിപ്രസന്റ് എന്ന് വെച്ചാൽ MAO ഇൻഹിബിറ്റേഴ്സ് ഈസ് RIMA ഗ്രൂപ്പിൽപ്പെട്ടാണ്. ഇതാണ് RIMA. റിവേഴ്സിബിൾ ആണ്. ഇതിന് ഇറിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞു. റിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് ഓഫ് MAO. റിവേഴ്സിബിൾ ആൻഡ് സെലക്റ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഓഫ് MAO-A ആണ്. MAO-A മാത്രം തടയുന്ന മരുന്നാണ്. മരുന്നിന്റെ പേര് മൊക്ലോബമൈഡ് എന്ന് പറയുന്ന മരുന്നാണ് പ്രധാനപ്പെട്ട RIMA ഗ്രൂപ്പ്. ഇനി MAO-B ഇൻഹിബിറ്റേഴ്സ് വല്ലതും ഉണ്ടോ എന്ന്
ചോദിച്ചാൽ MAO-B ഇൻഹിബിറ്റേഴ്സ് നമ്മൾ പഠിക്കുന്നത് പാർക്കിൻസൺസ് ഡിസീസിലാണ്, പാർക്കിൻസോണിസത്തിലാണ് പഠിക്കുക. അവിടെ നമ്മൾ പഠിച്ച MAO-B ഇൻഹിബിറ്റേഴ്സ് സെലിജില്ലിൻ ഉണ്ട്, വേറെയുണ്ട് റോസാജെല്ലിൻ, അങ്ങനെയൊക്കെയുള്ള മരുന്നുകളുണ്ട്. തൽക്കാലം നമ്മൾ സെലിജിലിനെ പറ്റി പറയാം. സെലിജിലിൻ നമ്മൾ ഗുളികയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാർക്കിൻസോണിസിനാണ്. പക്ഷേ ഇഫ് യു ഗിവ് ദിസ് എസ് ട്രാൻസ്ഡെർമൽ പാച്ച്, തൊലിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പാച്ച് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫോർ ഡിപ്രഷൻ, ആന്റി ഡിപ്രഷൻ. സോ MAO-B ഇൻഹിബിറ്റർ സെലിജിലിൻ ട്രാൻസ്ഡെർമൽ പാച്ച് ഈസ് യൂസ്ഡ് ആസ് ആന്റി ഡിപ്രസന്റ്, അപ്രൂവ്ഡ് മരുന്നാണ്. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റി ഡിപ്രസൻസ്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ള, ഏത് ഡ്രഗ് ഉപയോഗിച്ചാലും ഫലം ലഭിക്കാൻ കുറച്ച് സമയമെടുക്കും. ഓക്കെ, സോ നമ്മൾ 3 ഗ്രൂപ്പാണ് പറഞ്ഞത്. 1 ഈസ് ഏതൊക്കെയാണ്? റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് പറഞ്ഞു, എറ്റിപ്പിക്കൽ പറഞ്ഞു, ദെൻ MAO. 3 ആക്കി തിരിച്ചാണ്, എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ്. ദെൻ പിന്നെ ഇത് പലതാക്കി SSRI, SNRI, ട്രൈസൈക്ലിക്, അങ്ങനെയൊക്കെയുള്ള പറഞ്ഞു. എറ്റിപ്പിക്കൽ തന്നെ പലതുണ്ട്, ദെൻ MAO തന്നെ പലതുണ്ട്. സോ ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആന്റി ഡിപ്രസന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊന്നുമില്ല, അതിനൊറ്റ ഉത്തരവുള്ള SSRI നമ്പർ 1 ഗ്രൂപ്പ്. സോ അത് ആദ്യം പറയാം. എങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നത് SSRI ചോദിക്കാം, ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസന്റ് ചോദിക്കാം, MAO ഇൻഹിബിറ്റേഴ്സ് ചോദിക്കാം. SNRI ഒക്കെ ബോധത്തിലുണ്ടെങ്കിലും SNRIs ഒന്നും അധികം പരീക്ഷാ പേപ്പറിലേക്ക് ഇതുവരെ എത്തി തുടങ്ങിയിട്ടില്ല. എക്സാമിനേഴ്സ് ആർ കുറച്ച് പിറകിലാണ്. ഓക്കെ, അവരിപ്പോഴും MAO ഇൻഹിബിറ്റേഴ്സ്, ട്രൈസൈക്ലിക് ഒക്കെയാണ്. ട്രൈസൈക്ലിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ്സ് ബീൻ യൂസ്ഡ് ഇൻ വേരിയസ് അതർ ഡിസീസസ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിപ്രഷനിൽ ഇതായിരിക്കും ഇമ്പോർട്ടൻറ്റ്, പക്ഷേ മൊത്തത്തിൽ ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ് വേറെ പല രീതിയിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ വിൽ ലേൺ അബൌട്ട് SSRI in the next video. So thank you for watching.